വെൽക്കം ടു ഷെഫ്സ് കോർണർ. ഇന്ന് ഞാൻ മട്ടൺ ഷുർബയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടത് മട്ടൺ ഒരു 500 ഗ്രാം മട്ടനാണ്. പിന്നെ നന്നായിട്ട് കഴുകിയെടുത്ത് വെക്കുക. പിന്നെ ഒരു വലിയ സവാള, പിന്നെ ഒരു തക്കാളി, വലിയ തക്കാളി, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു കപ്പ് ഓട്സ് പൊടിച്ചെടുത്തത്, പിന്നെ ആവശ്യത്തിന് മല്ലിയില, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാൻ ഒലിവിൻ്റെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ഓയിൽ വെച്ച് ഇത് ഉണ്ടാക്കാം കേട്ടോ. ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കണം. സവാള ഒന്ന് വാടിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർക്കാം. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിൽ കടന്ന് മട്ടൺ ഒരു 40-45 മിനിറ്റോളം വേവിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ഓട്സ് അതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്തിയെടുക്കണം. ഇതിനി നമ്മൾ ആ ചൂടുള്ള അതിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കട്ട പിടിക്കും. അപ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാം വാട്ടറിൽ ഒന്ന് കുതിർത്തിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മട്ടൻ ഏകദേശം ആയിന്ന് തോന്നുന്നുണ്ട്. നോക്കാം. നന്നായി വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല വെന്തിട്ടുണ്ട്. നല്ല വേവുന്നതാണ് ഇതിന് രസം. ഞാൻ മറ്റടുപ്പത്ത് ഞാനൊരു 5 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണം. നന്നായി കുറുക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല,
അപ്പോൾ നമ്മുടെ ഷുർബ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ ഷുർബ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിലോട്ട് വിളമ്പുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നമുക്ക് റമദാനിലൊക്കെ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.